ഹായ് കൂട്ടുകാരെ, നമ്മുടെ ചലഞ്ചിൻ്റെ മൂന്നാം ദിവസമാണ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് നവോത്ഥാന നായകന്മാരാണ്. കേരളത്തിലെ നവോത്ഥാന നായകന്മാരും അതുപോലെ തന്നെ ഇന്ത്യയിലെ നവോത്ഥാന നായകന്മാരും ഈ രണ്ടുപേരെയും കൂട്ടിച്ചേർത്തുകൊണ്ടുള്ള 50 ചോദ്യങ്ങളാണ് പഠിക്കാൻ പോകുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ ആദ്യത്തെയും രണ്ടാമത്തെയും എപ്പിസോഡ് കണ്ടിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. അത് നമ്മുടെ എൻട്രി യൂട്യൂബിലും അതുപോലെ എൻട്രി ആപ്പിലും ലഭ്യമാണ്. കാണാത്തത് പോയി ഒന്ന് കാണുക. നമുക്ക് ഇന്നത്തെ 50 ചോദ്യങ്ങളിലേക്ക് കടക്കാം. അപ്പോൾ കൂട്ടുകാരെ, നമ്മൾ ഇന്നത്തെ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകുന്നതിന് മുമ്പ് പല കുട്ടികളും പറഞ്ഞിരുന്നു നമ്മുടെ എൻട്രി ആപ്പിൽ ഈ എക്സാം എടുക്കുമ്പോൾ ക്വിസ് എടുക്കുന്ന സമയത്ത് അത് അന്ന് ലോക്കാവുന്നു, അതിൻ്റെ സൊല്യൂഷൻസ് കാണാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിരുന്നു കേട്ടോ. അപ്പോൾ അതൊരു ടെക്നിക്കൽ ഇഷ്യൂസ് ആണ്. അപ്പോൾ അത് നിങ്ങൾക്ക് ആ ദിവസം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇന്നിപ്പോൾ എക്സാം എഴുതുമ്പോൾ ആ ടൈമിൽ മാത്രമേ ഉള്ളൂ അതിൻ്റെ സൊല്യൂഷൻസ് കാണാൻ പറ്റാത്തത്. ദെൻ നിങ്ങൾ ഇന്നത്തെ ദിവസം കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു ദിവസം കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം എടുക്കുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ എക്സ്പ്ലനേഷൻ കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. അതൊരു ടെക്നിക്കൽ എററാണ് കേട്ടോ. അത് പരിഹരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആർക്കും അത് ലോക്കാക്കുന്നതല്ല, അത് ഓട്ടോമാറ്റിക്കലി അത് എല്ലാവരും അറ്റൻഡ് ചെയ്ത് കഴിയുമ്പോൾ അത് ഓൾറെഡി ലോക്കായിട്ട് പിറ്റേ ദിവസമാണ് അത് ലോക്ക് മാറുന്നത് കേട്ടോ. അപ്പോൾ അതൊന്നും എല്ലാവരും ശ്രദ്ധിച്ചോണം. ദെൻ നമുക്ക് ഇന്നത്തെ ചോദ്യങ്ങളിലേക്ക് പോവാം. ഒന്നാമത്തെ ചോദ്യം: ദക്ഷിണേന്ത്യയിലെ ആദ്യ കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് വൈകുണ്ഠസ്വാമികളാണ്. വൈകുണ്ഠസ്വാമികളാണ് ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത്. അയ്യ വൈകുണ്ഠസ്വാമികൾ 1809 വർഷം മറക്കല്ലേ, ജനിച്ച വർഷമാണ് 1809. നമ്മുടെ വേലുത്തമ്പി ദളവ കുണ്ടറ വിളംബരം നടത്തിയ അതേ വർഷം 1809 നാഗർകോവിലിനടുത്തുള്ള ശാസ്താംകോയി വിളയിൽ, അതായത് സ്വാമിത്തോപ്പിലാണ്, ഒരു ചാന്നാർ കുടുംബത്തിലാണ് നമ്മുടെ ഈ വൈകുണ്ഠസ്വാമികൾ ജനിക്കുന്നത്. മുടിചൂടും പെരുമാൾ എന്നായിരുന്നു പേര്. എന്നാൽ സവർണ ഹിന്ദുക്കളുടെ എതിർപ്പ് മൂലം മുത്തുക്കുട്ടി എന്നാക്കി പേര് മാറ്റേണ്ടി വന്നു. പിന്നീട് വൈകുണ്ഠർ എന്ന പേര് സ്വീകരിക്കുകയായിരുന്നു. ഹൈന്ദവ സമൂഹത്തിലെ അയിത്തം, ജാതി വ്യവസ്ഥ തുടങ്ങിയ അനാചാരങ്ങൾക്കെതിരെ പ്രവർത്തിക്കാൻ അദ്ദേഹം തൻ്റെ ജീവിതം മാറ്റിവെച്ചു. അഖിലത്തിരുട്ട്, അരുൾനൂൽ, കൃതികൾ മറക്കണ്ട, അഖിലത്തിരുട്ട്, അരുൾനൂൽ എന്നീ ഗ്രന്ഥങ്ങളിൽ നിന്ന് വൈകുണ്ഠസ്വാമികളുടെ ആശയങ്ങൾ മനസ്സിലാക്കാം. വേല ചെയ്താൽ കൂലി കിട്ടണം, മറക്കരുത്, വേല ചെയ്താൽ കൂലി കിട്ടണം എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടാണ് ജന്മിമാരുടെ നിർബന്ധിത അടിമവേലയ്ക്കെതിരെ അദ്ദേഹം ആഞ്ഞടിച്ചത്. ഒൻറേ ജാതി, ഒൻറേ മതം, ഒൻറേ ദൈവം, ഒൻറേ ഉലകം, ഒൻറേ അരിശ്, ഒൻറേ നീതി എന്ന് പ്രഖ്യാപിച്ച വൈകുണ്ഠസ്വാമികൾ 1836 വർഷം മറക്കണ്ട, 1836 1836 സമത്വ സമാജം എന്ന ഒരു സംഘടന സ്ഥാപിച്ചു. എന്താണ് സമത്വ സമാജം? തിരുവിതാംകൂർ രാജഭരണത്തെ നീചന്റെ ഭരണമെന്നും ബ്രിട്ടീഷ് ഭരണത്തെ വെണ്ണീച ഭരണമെന്നുമൊക്കെ വൈകുണ്ഠസ്വാമികൾ വിശേഷിപ്പിക്കുകയുണ്ടായി. ദക്ഷിണേന്ത്യയിൽ ആദ്യമായി കണ്ണാട പ്രതിഷ്ഠ നടത്തിയ വൈകുണ്ഠസ്വാമിയാണ് നിഴൽ തങ്കൽ എന്ന ആരാധനാലയങ്ങൾ സ്ഥാപിച്ചത്. ഒപ്പം തന്നെ നമ്മുടെ ചാന്നാർ ലഹളയിൽ പങ്കെടുത്ത ബൗദ്ധിക നേതാവ് അല്ലെങ്കിൽ നവോത്ഥാന നായകൻ എന്ന പേരിലൊക്കെ അറിയപ്പെടുന്നത് നമ്മുടെ ഈ വൈകുണ്ഠസ്വാമികളാണ്. രണ്ടാമത്തെ ചോദ്യം: ശിവരാജയോഗി എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകനാണ് തൈക്കാട് അയ്യ. തൈക്കാട് അയ്യയാണ് ശിവരാജയോഗി എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത്. ശ്രീനാരായണ ഗുരുവിൻ്റെയും ചട്ടമ്പി സ്വാമികളുടെയും ഗുരുവായിരുന്നു തൈക്കാട് അയ്യ. 1814 മലബാറിൽ പാമ്പുംകാട് എന്ന സ്ഥലത്താണ് അദ്ദേഹം ജനിക്കുന്നത്. സുബ്ബരായർ എന്നായിരുന്നു ശരിയായ പേര്. നോട്ട് ദ പോയിന്റ്. സുബ്ബരായർ എന്ന യഥാർത്ഥ പേരുള്ള നവോത്ഥാന നായകൻ ആരാണ്? തൈക്കാട് അയ്യ ഗുരുവാണ്. പിന്നീടാണ് അദ്ദേഹം സുബ്ബരായർ എന്ന പേരിൽ നിന്നാണ് പിന്നീട് ശിവരാജയോഗി സ്വാമികൾ എന്ന പേര് സ്വീകരിക്കുന്നത്. ദീർഘകാലം തിരുവനന്തപുരം തൈക്കാട് റെസിഡൻസി ഗസ്റ്റ് ഹൗസിന്റെ സൂപ്രണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ സൂപ്രണ്ട് അയ്യ എന്നായിരുന്നു സഹപ്രവർത്തകർ അദ്ദേഹത്തെ വിളിച്ചിരുന്നത്. അപ്പോൾ ഓർക്കുക, തൈക്കാട് അയ്യ ഗുരു സുബ്ബരായർ എന്ന് വിളിക്കപ്പെടുന്നു, അതുപോലെ ശിവരാജയോഗി എന്നറിയപ്പെടുന്നു, സൂപ്രണ്ട് അയ്യ എന്നും അറിയപ്പെടുന്നു. ജാതി വ്യവസ്ഥയെ ശക്തമായി എതിർത്തിരുന്ന അയ്യ ഗുരു പന്തി ഭോജനം നടത്തി ശ്രദ്ധേയനായിരുന്നു. അപ്പോൾ പന്തി ഭോജനം നടത്തിയ നവോത്ഥാന നായകൻ ചോദിച്ചാൽ അത് തൈക്കാട് അയ്യ ഗുരുവാണ്. വിഗ്രഹാരാധനയെയും എതിർത്തിരുന്ന അദ്ദേഹം 1909 അന്തരിക്കുന്നത്. മൂന്നാമത്തെ ചോദ്യം: ശ്രീനാരായണ ഗുരു അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തിയ വർഷമാണ്. 1888 മറക്കരുത്, നിരവധി പരീക്ഷകളിൽ ആവർത്തിച്ച ചോദ്യം. ശ്രീനാരായണ ഗുരുവിൻ്റെ അരുവിപ്പുറം പ്രതിഷ്ഠ 88 എന്നാൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ശ്രീനാരായണ ഗുരു അരുവിപ്പുറം ക്ഷേത്രം പണിയെഴുപ്പിച്ചതെന്നാണ് 87 അരുവിപ്പുറം ക്ഷേത്രം 87, അരുവിപ്പുറം പ്രതിഷ്ഠ 88. മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന ഒറ്റ വാക്യത്തിൽ ശ്രീനാരായണ ഗുരുവിൻ്റെ ദർശനങ്ങൾ നമുക്ക് സംഗ്രഹിക്കാം അല്ലേ. നമ്മൾ ഇന്നും നമ്മുടെ ചെറുപ്പക്കാരും നിങ്ങളെല്ലാവരും കൃത്യമായി മനസ്സിലാക്കേണ്ട വലിയൊരു കാര്യം തന്നെയാണത്. മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി. മതത്തിൻ്റെ പേരിൽ പരസ്പരം കലഹിക്കാൻ പാടില്ല. നമ്മൾ ഒന്നായി ഒറ്റക്കെട്ടായി നമ്മൾ മുമ്പോട്ട് പോവുക. അപ്പോൾ നമ്മുടെ ശ്രീനാരായണ ഗുരു
1856 ഓഗസ്റ്റ് 20 തിരുവനന്തപുരം ജില്ലയിലെ ചെമ്പഴന്തിയിൽ കൊച്ചുവിടയിൽ മാടനാശാന്റെയും വയൽവാരത്ത് കുട്ടിയുടെയും മകനായിട്ടാണ് അദ്ദേഹം ജനിക്കുന്നത് അല്ലേ. നാണുവാശാൻ എന്നല്ല അദ്ദേഹത്തിൻ്റെ ആദ്യകാല പേര്. അപ്പോൾ ഓർക്കുക, 1856 ഓഗസ്റ്റ് 20 തിരുവനന്തപുരം ജില്ലയിലെ ചെമ്പഴന്തിയിൽ അതൊന്നും മറക്കരുത്. അതാണ് എടുത്തു പറയുന്നത്. 856 ഓഗസ്റ്റ് 20 ചെമ്പഴന്തി. ഇനിയും ധാരാളം കാര്യങ്ങൾ നമ്മൾ തുടങ്ങിയതേ ഉള്ളൂ. നമ്മുടെ ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഏറെയുണ്ട് അല്ലേ. എല്ലാവർക്കും അറിയാം. നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ നവോത്ഥാനവുമായിട്ട് ബന്ധപ്പെട്ട് മാക്സിമം ചോദ്യങ്ങൾ വർക്കൗട്ട് ചെയ്യുക. ഒത്തിരി കാണാതെ ഒത്തിരി പഠിക്കാൻ പോയി കഴിഞ്ഞാലും നമുക്ക് തീരത്തില്ല. അപ്പോൾ അതുകൊണ്ട് മാക്സിമം ചോദ്യങ്ങൾ, പലപ്പോഴും നവോത്ഥാനത്തിലെ ചോദ്യങ്ങൾ ആവർത്തിച്ച് തന്നെയാണ് PSC ചോദിക്കുന്നത്. അതുകൊണ്ട് നവോത്ഥാനത്തിലെ ചോദ്യങ്ങൾ നന്നായിട്ട്, മുൻവർഷ ചോദ്യങ്ങളും നിങ്ങളുടെ കയ്യിലുള്ള ചോദ്യങ്ങളൊക്കെ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. എൻട്രി ആപ്പിൽ നവോത്ഥാന ഭാഗങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ നന്നായിട്ട് എന്ത് ചെയ്യുക, ചോദ്യ ഉത്തരങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കുക. പരിശീലനമാണ് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടത്. കുറേ കാര്യങ്ങൾ ഇങ്ങനെ പഠിച്ച് മനഃപ്പാടമാക്കി വെച്ചതുകൊണ്ട് മാത്രം അത് ഉപയോഗപ്പെടണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് പഠിച്ച കാര്യങ്ങൾ നന്നായിട്ട് ഇങ്ങനെ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്തുകൊണ്ടേയിരിക്കണം കേട്ടോ. അടുത്ത ചോദ്യം, മോക്ഷപ്രദീപം എന്ന കൃതിയുടെ കർത്താവ് ആരാണ്? ബ്രഹ്മാനന്ദ ശിവയോഗി അല്ലേ. ബ്രഹ്മാനന്ദ ശിവയോഗിയാണ് മോക്ഷപ്രദീപം എന്ന കൃതിയുടെ കർത്താവ്. ദെൻ ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ യഥാർത്ഥ പേരെന്താ? കാരാട്ട് ഗോവിന്ദ മേനോൻ എന്നാണ് അല്ലേ. ബ്രഹ്മാനന്ദ ശിവയോഗി എന്ന് പിൽക്കാലത്ത് അറിയപ്പെട്ട കാരാട്ട് ഗോവിന്ദ മേനോൻ പാലക്കാട് ജില്ലയിലെ കൊല്ലങ്കോട് എന്ന് പറയുന്ന സ്ഥലത്താണ് ജനിച്ചത്. എവിടെയാണ്? പാലക്കാട് ജില്ലയിലെ കൊല്ലങ്കോട്. ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ യഥാർത്ഥ പേരെന്താണ്? കാരാട്ട് ഗോവിന്ദ മേനോൻ. ഓക്കെ, നമ്മുടെ ചോദ്യം എന്താ? മോക്ഷപ്രദീപം എന്ന കൃതിയുടെ കർത്താവാണ് ബ്രഹ്മാനന്ദ ശിവയോഗി എന്ന് പറയുന്നത്. 1893 മറക്കല്ലേ, 1893 ആലത്തൂരിനടുത്ത് വാനൂരിൽ അദ്ദേഹം തൻ്റെ ആസ്ഥാനമായ സിദ്ധാശ്രമം സ്ഥാപിച്ചു. അപ്പോൾ സിദ്ധാശ്രമം സ്ഥാപിച്ചത് ആരാ? ബ്രഹ്മാനന്ദ ശിവയോഗിയാണ്. ഇനി 1918 ആനന്ദ മഹാസഭ സ്ഥാപിച്ചതും ആര് തന്നെ? ബ്രഹ്മാനന്ദ ശിവയോഗി തന്നെ. അപ്പോൾ ആനന്ദ മഹാസഭ, അതുപോലെ സിദ്ധാശ്രമം, അതുപോലെ മോക്ഷപ്രദീപം, കാരാട്ട് ഗോവിന്ദ മേനോൻ, പാലക്കാട് ജില്ല, മറക്കണ്ട. അടുത്ത ആള്, പ്രാചീന മലയാളം ആരുടെ കൃതിയാണ്? ഇതേ ഫോട്ടോ സഹിതമുണ്ട്. ചട്ടമ്പി സ്വാമികളാണ് അല്ലേ. പ്രാചീന മലയാളം ചട്ടമ്പി സ്വാമികൾ. തിരുവനന്തപുരം നഗരത്തിൽ കണ്ണൻമൂലയിൽ ഉള്ളൂർക്കോട്ട് എന്ന നായർ ഭവനത്തിൽ. അപ്പോൾ ഒരു നായരാണ് ചട്ടമ്പി സ്വാമികൾ. ഓക്കെ, ഞാൻ അങ്ങനെ എടുത്തു പറഞ്ഞത് ജാതി പറഞ്ഞതല്ല. PSC അങ്ങനെ ചോദിച്ചിട്ടുണ്ട്. ചട്ടമ്പി സ്വാമികൾ ഏത് ജാതിയിൽപ്പെട്ട, ഏത് വിഭാഗത്തിൽപ്പെട്ട ആളാണെന്ന് ചോദിച്ചിട്ടുണ്ട്. നായർ വിഭാഗത്തിൽപ്പെട്ട ആളാണ് ചട്ടമ്പി സ്വാമികൾ. അപ്പോൾ തിരുവനന്തപുരം നഗരത്തിൽ കണ്ണൻമൂലയിലാണ് നമ്മുടെ ചട്ടമ്പി സ്വാമികൾ ജനിച്ചത്. ജനിച്ച വർഷം ഒന്ന് അറിഞ്ഞിരിക്കണം. 1853 ഓഗസ്റ്റ് 25. 1853 1853 ഓഗസ്റ്റ് 25 ജനിക്കുന്നത്. അയ്യപ്പൻ എന്നായിരുന്നു യഥാർത്ഥ പേര്. എന്നാൽ കുഞ്ഞൻ എന്ന വിളിപ്പേരും ഉണ്ടായിരുന്നു. അപ്പോൾ അയ്യപ്പൻ എന്നാണ് യഥാർത്ഥ പേര്. കുഞ്ഞൻ എന്ന വിളിപ്പേരും ഉണ്ടായിരുന്നു. കുഞ്ഞനെന്നോ കുഞ്ഞൻ പിള്ള എന്നോ ഉണ്ട് കേട്ടോ. കുഞ്ഞൻ പിള്ള എന്നുണ്ട്. ഞാൻ കുഞ്ഞൻ എന്ന് പറഞ്ഞുകൊണ്ട് അതുകൊണ്ട് വിചാരിക്കേണ്ട. കുഞ്ഞൻ പിള്ള എന്ന് നമ്മൾ അറിയപ്പെട്ടിരുന്നത് നമ്മുടെ ചട്ടമ്പി സ്വാമികൾ തന്നെയാണ്. ചട്ടമ്പി സ്വാമികളുടെ പ്രധാനപ്പെട്ട കൃതികൾ പ്രാചീന മലയാളമുണ്ട്, ആദിഭാഷയുണ്ട്, ജീവിതകാരുണ്യ നിരൂപണമുണ്ട്, വേദാധികാര നിരൂപണമുണ്ട്, അദ്വൈത ചിന്താ പദ്ധതിയുണ്ട്, വേദാന്ത സാരം, നിജാനന്ദ വിലാസം, അദ്വൈത പഞ്ചരം തുടങ്ങിയവയൊക്കെ പ്രധാനപ്പെട്ട കൃതികളാണ്. അദ്ദേഹം മരണപ്പെട്ടത് 1924 പന്മനയിലാണ് സമാധിയായത്. അത് പ്രത്യേകം ഓർക്കുക. കൊല്ലം ജില്ലയിലെ പന്മനയിലാണ് ചട്ടമ്പി സ്വാമികൾ സമാധിയായിട്ടുള്ളത്. വർഷം 1924. നമ്മുടെ കുമാരനാശാൻ മരണപ്പെട്ട അതേ വർഷം. കുമാരനാശാൻ പല്ലനയാറ്റിൽ മരണപ്പെട്ടതും 1924. ആറാമത്തെ ചോദ്യം, കേരള സാക്ഷരതയുടെ പിതാവ് എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകനാണ് കുര്യാക്കോസ് ഏലിയാസ് ചാവറയച്ചൻ. കേരള സാക്ഷരതയുടെ പിതാവ് എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ ആരാണ്? കുര്യാക്കോസ് ഏലിയാസ് ചാവറ. പള്ളിയോടൊപ്പം പള്ളിക്കൂടം എന്ന സമ്പ്രദായം കൊണ്ടുവന്നത് കുര്യാക്കോസ് ഏലിയാസ് ചാവറയച്ചനാണ് അല്ലേ. അതുപോലെ പിടിയാരി സമ്പ്രദായവുമായിട്ട് ബന്ധപ്പെട്ട സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? നമ്മുടെ ചാവറയച്ചനാണ്. അവരെ പ്രധാനമായിട്ട് ഓർത്തു വെക്കുക. കേരള സാക്ഷരതയുടെ പിതാവാണ്. അതുപോലെ പിടിയാരി സമ്പ്രദായം, പള്ളിയോടൊപ്പം പള്ളിക്കൂടം എന്ന സമ്പ്രദായം, ഇതെല്ലാം കുര്യാക്കോസ് ഏലിയാസ് ചാവറ. അടുത്ത ചോദ്യം, ആത്മവിദ്യാസംഘത്തിൻ്റെ സ്ഥാപകനാണ് വാഗ്ഭടാനന്ദൻ. ആത്മവിദ്യാസംഘം വാഗ്ഭടാനന്ദൻ. കണ്ണൂരിലെ പാട്യം ഗ്രാമത്തിൽ ജനിച്ച കുഞ്ഞിക്കണ്ണനാണ് പിൽക്കാലത്ത് വാഗ്ഭടാനന്ദൻ എന്ന പേരിൽ അറിയപ്പെട്ടത്. ഓർക്കുക, കുഞ്ഞിക്കണ്ണൻ വാഗ്ഭടാനന്ദനാണ്. ക്ലിയർ ആണ്. 1922
ആത്മവിദ്യാ സംഘം സ്ഥാപിച്ച അദ്ദേഹം ആത്മവിദ്യാ കാഹളം, അഭിനവ കേരളം എന്നീ പ്രധാനപ്പെട്ട വാർത്താ പത്രികകൾ പുറത്തിറക്കുകയുണ്ടായി. സംസ്കൃത വിദ്യാഭ്യാസത്തിനായിട്ട് വാഗ്ഭടാനന്ദൻ കോഴിക്കോട് സ്ഥാപിച്ച ആശ്രമമാണ് തത്വപ്രകാശിക. കേരളത്തിലെ ആദ്യത്തെ സംഘടിത കർഷക സമരത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? അയ്യങ്കാളിയാണ്. കഴിഞ്ഞ പ്രിലിംസ് പരീക്ഷയിലല്ലേ നമുക്കറിയാം അയ്യങ്കാളിൽ നിന്ന് ചോദ്യങ്ങൾ വന്നിരുന്നു. കേരളത്തിലെ ആദ്യ സംഘടിത കർഷക സമരത്തിന് നേതൃത്വം നൽകിയത് അയ്യങ്കാളിയാണ്. പുലയരുടെ ഉന്നമനത്തിനു വേണ്ടി, പുലയ ജാതിയിൽപ്പെട്ടവരുടെ ഉന്നമനത്തിനു വേണ്ടി ജീവിതം സമർപ്പിച്ച സാമൂഹിക പരിഷ്കർത്താവായ അയ്യങ്കാളി 1863 വർഷം മറക്കരുതേ, 1-8-6-3 1863 ഓഗസ്റ്റ് 28 ഓഗസ്റ്റിനാണ് തിരുവനന്തപുരത്തിനടുത്തുള്ള വെങ്ങാനൂരിലാണ് ജനിക്കുന്നത്. വെങ്ങാനൂർ മറക്കണ്ട, തിരുവനന്തപുരത്തിനടുത്തുള്ള വെങ്ങാനൂരിൽ 1863 ഓഗസ്റ്റ് 28 അയ്യങ്കാളിയുടെ ജനനം. ജാതി വിവേചനത്തിനെതിരെയായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രധാന പോരാട്ടം. പൊതുനിരത്തിലൂടെ യാത്ര ചെയ്യാൻ പുലയരെ അനുവദിക്കാത്ത ഉയർന്ന ജാതിക്കാരുടെ നടപടിയെ വെല്ലുവിളിച്ചുകൊണ്ട് അദ്ദേഹം പുലയ വണ്ടി അല്ലെങ്കിൽ വില്ലുവണ്ടി സമരം നടത്തുകയുണ്ടായി അല്ലേ. 1907 അയ്യങ്കാളി രൂപീകരിച്ച സാധുജന പരിപാലന സംഘത്തിൻ്റെ പ്രധാന ലക്ഷ്യം എല്ലാ താണജാതിക്കാർക്കും പൊതുനിരത്തിലൂടെ യാത്രാ സ്വാതന്ത്ര്യം അനുവദിക്കുക എന്നുള്ളതായിരുന്നു. അപ്പോൾ ഓർക്കുക, 1907 അയ്യങ്കാളി രൂപവത്കരിച്ച സാധുജന പരിപാലന സംഘം മറക്കണ്ട. സാധുജന പരിപാലന സംഘത്തിൻ്റെ സ്ഥാപകൻ അയ്യങ്കാളി. ഏതു വർഷം? 1907. അങ്ങനെ കേരളത്തിലെ ആദ്യ കാർഷിക തൊഴിലാളി സമരത്തിന് നേതൃത്വം നൽകിയ അയ്യങ്കാളിയുടെ പ്രധാനപ്പെട്ട മുദ്രാവാക്യം നമ്മൾ ഓർക്കുക, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചില്ലെങ്കിൽ കാണായ പാഠങ്ങളിലെല്ലാം മുടിപ്പുല്ല് കരുപ്പിക്കും എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ സമരത്തിലെ പ്രധാനപ്പെട്ട മുദ്രാവാക്യം. അങ്ങനെ 1914 അദ്ദേഹം ശ്രീമൂലം പ്രജാസഭയിൽ അംഗമാകുന്നു. 1941 മരണപ്പെടുന്നു. ദെൻ പുലയ രാജാവെന്നാണ് അദ്ദേഹത്തെ അറിയപ്പെടുന്നത്. പുലയ രാജാവെന്ന് അയ്യങ്കാളി വിശേഷിപ്പിച്ചത് ആരാണ്? മഹാത്മാഗാന്ധിജിയാണ്. തിരുവനന്തപുരത്ത് കവടിയാറിലുള്ള അയ്യങ്കാളി പ്രതിമ അനാച്ഛാദനം ചെയ്തത് 1980 അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധിയായിരുന്നു. 9ാമത്തെ ചോദ്യം, ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട മനുഷ്യന് എന്ന മുദ്രാവാക്യം മുഴക്കിയ നവോത്ഥാന നായകനാണ് സഹോദരൻ അയ്യപ്പൻ. നമുക്കറിയാം ഇതിനോട് ചേർന്ന് വരുന്നതാണല്ലേ ജാതി ഇല്ല, എന്താണ് ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്ന് പറഞ്ഞത് ശ്രീനാരായണ ഗുരുവാണ്. അപ്പോൾ ജാതി വേണ്ട വേണ്ട എന്ന് ആവർത്തിച്ച് പറഞ്ഞത് സഹോദരൻ അയ്യപ്പനാണ്. അപ്പോൾ വേണ്ട എന്ന് ചേർന്ന് വന്നിട്ടുണ്ടെങ്കിൽ അവിടെ സഹോദരൻ അയ്യപ്പനെ ഓർക്കുക. ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട, മനുഷ്യന് എന്ന് വേണ്ട ചേർത്ത് വന്നിട്ടുള്ളത് സഹോദരൻ അയ്യപ്പനാണ് അല്ലേ. 1917 അദ്ദേഹം സഹോദര പ്രസ്ഥാനം ആരംഭിച്ചു. ചെറായിലാണ്, നമ്മുടെ എറണാകുളം ജില്ലയിലെ വൈപ്പിൻ ദ്വീപിലെ ചെറായിലാണ് അദ്ദേഹം ജനിക്കുന്നത്. 1917 സഹോദര പ്രസ്ഥാനം സ്ഥാപിക്കുന്നു. 1917 തന്നെ ചെറായിൽ മിശ്രഭോജനം നടത്തുന്നു. അതും ഓർത്തു വെക്കുക. 1917 മിശ്രഭോജനം നടത്തിയത് ആരാണെന്ന് ചോദിക്കാം, സഹോദരൻ അയ്യപ്പനാണ്. അതുപോലെ വിദ്യാപോഷിണി എന്ന് പറയുന്ന സാംസ്കാരിക സംഘടന ആരുടേതാണെന്ന് ചോദിച്ചാൽ അതും സഹോദരൻ അയ്യപ്പൻ്റേതാണ്, മറക്കണ്ട. അടുത്ത നമ്മുടെ ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ വോളണ്ടിയർ ക്യാപ്റ്റനായ AK ഗോപാൽ. മിക്ക പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിക്കുന്നൊരു ചോദ്യമാണ് ഇത് കേട്ടോ. ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ AKG ആണ്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഒരുപക്ഷെ ഞാനിങ്ങനെ ഇങ്ങനെ ഒത്തിരി വിശദീകരിച്ച് പറയുമ്പോൾ ചിലർക്ക് ഒരുപക്ഷെ ബോറായിട്ട് തോന്നാം. കാരണം ഇയാളിതെന്താണ്, ഇയാൾ പെട്ടെന്ന് ചോദ്യം പറഞ്ഞു തീർക്കാനുള്ള ഇയാൾ എന്താണ് ഇങ്ങനെ വലിച്ചു നീട്ടുന്നതൊക്കെ തോന്നാം. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചോദ്യങ്ങൾ ഓടിച്ചിട്ട് പറയാം. നിങ്ങൾക്ക് ആർക്കും ഒരു നീരസം തോന്നണ്ട. ചിലപ്പം വീഡിയോയുടെ ലെങ്ത് കൂടുമ്പോൾ ഇത്രയുള്ള വീഡിയോ ആണെന്ന് ചിലപ്പോൾ സ്കിപ്പ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ചോദ്യങ്ങൾ പറഞ്ഞു പോവാണ്. പ്രത്യക്ഷ രക്ഷാ ദൈവസഭയുടെ സ്ഥാപകൻ ആരാണ്? പൊയ്കയിൽ യോഹന്നാനാണ്. ആരാണ്? പൊയ്കയിൽ യോഹന്നാനാണ് പ്രത്യക്ഷ രക്ഷാ ദൈവസഭയുടെ സ്ഥാപകൻ. അടുത്ത ചോദ്യം, യോഗക്ഷേമ സഭ സ്ഥാപിതമായ വർഷം 1908 അല്ലേ. നമ്പൂതിരി സമുദായത്തിനിടയിൽ ഒരു പരിവർത്തനം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമുക്കറിയാം VT ഭട്ടതിരിപ്പാടിൻ്റെ നേതൃത്വത്തിൽ വന്ന സംഘടനയാണ് യോഗക്ഷേമ സഭ. അപ്പോൾ യോഗക്ഷേമ സഭ സ്ഥാപിതമായത് 1908 നമ്പൂതിരി സമുദായത്തിനിടയ്ക്കാണെന്ന് ഓർക്കുക. ഒപ്പം തന്നെ VT ഭട്ടതിരിപ്പാടിനെയും കൂടി ഓർക്കുക. അടുത്ത വൈക്കം സത്യാഗ്രഹത്തിൻ്റെ ഭാഗമായിട്ട് സവർണ ജാഥ നയിച്ചത് ആരാണ്? മന്നത്ത് പത്മനാഭനാണ് അല്ലേ. കേരളത്തിൻ്റെ മദൻ മോഹൻ മാളവ്യ എന്നറിയപ്പെട്ടത് ആരാണ്? മന്നത്ത് പത്മനാഭനാണ്. അപ്പോൾ വൈക്കം സത്യാഗ്രഹത്തിൻ്റെ ഭാഗമായിട്ട് സവർണ ജാഥ നയിച്ചു. എവിടെ നിന്ന് എവിടെ വരെ? നമ്മുടെ വൈക്കത്ത് നിന്നും തിരുവനന്തപുരത്തേക്ക് സവർണ ജാഥ നയിച്ചത് മന്നത്ത് പത്മനാഭനാണ്. അപ്പോൾ നമുക്കറിയാം ഇവിടെ 2 ജാഥകളുണ്ട്. അവിടെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. വൈക്കം സത്യാഗ്രഹത്തിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട്
നാഗർകോവിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് ജാഥ നയിച്ചത് ആര് എന്ന് ചോദിച്ചാൽ ഉത്തരം ആരാണ്? നമ്മുടെ എം.ഇ. നായിഡു ആണ്. ഓക്കെ, അത് തമ്മിൽ മാറിപ്പോവരുത്. എം.ഇ. നായിഡു ആണ് തിരുവനന്തപുരത്ത് നിന്നും നാഗർകോവിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് നയിച്ചത് എം.ഇ. നായിഡു. വൈക്കത്ത് നിന്നും തിരുവനന്തപുരത്തേക്ക് നയിച്ചത് മന്നത്ത് പത്മനാഭനാണ്. ഇനി കവി തിലകൻ, കേരള ലിങ്കൻ എന്ന അപരനാമത്തിൽ അറിയപ്പെട്ട നവോത്ഥാന നായകൻ ആരാണ്? നമ്മുടെ പണ്ഡിറ്റ് K.P. കറുപ്പനാണ് അല്ലേ. പണ്ഡിറ്റ് K.P. കറുപ്പൻ, കവി തിലകൻ, കേരള ലിങ്കൻ 1913 കൊച്ചി കായലിൽ ഒരു മാസ് പരിപാടി പുള്ളി നടത്തിയിട്ടുണ്ട്. അതാണ് കൊച്ചി കായൽ സമ്മേളനം. കൊച്ചി കായലിൽ നമ്മുടെ കൊച്ചിയിൽ ടൗണിലേക്ക് നമ്മുടെ പുലയ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർക്ക് പ്രവേശിക്കാനുള്ള അനുമതി ഉണ്ടായിരുന്നില്ല. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്യുന്നറിയാമോ? കൊച്ചിയിൽ പുലയ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരെല്ലാം വിളിച്ചു കൂട്ടി. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് പുറത്തല്ലേ, കരയിലല്ലേ ഒരുമിച്ച് കൂടാൻ പറ്റാത്തത്, നമുക്കെന്ത് ചെയ്യാം, വേമ്പനാട് കായലിൽ വള്ളങ്ങളൊക്കെ അങ്ങോട്ട് കൂട്ടിക്കെട്ടിട്ട് എന്ത് ചെയ്തു, എല്ലാവരും കൂടി ഇങ്ങനെ ഒരുമിച്ച് കൂടി അവിടെ സമ്മേളിച്ചു. ഇതാണ് കായൽ സമ്മേളനം എന്ന് പറയുന്നൊരു മാസ് പരിപാടി. അത് നടന്നതെന്ന 1913 ദെൻ ഈ ഒരു സമ്മേളനത്തിൽ വെച്ചിട്ട് നമ്മുടെ പണ്ഡിറ്റ് K.P. കറുപ്പൻ അവരോട് പറഞ്ഞു, നിങ്ങളും ഒറ്റയ്ക്ക് നിന്നാൽ ശരിയാവൂല, നിങ്ങൾ ഒന്നിച്ച് നിൽക്കണം, അതിനുവേണ്ടി നിങ്ങൾക്കൊരു സംഘടന വേണം. അങ്ങനെ അവിടെ വെച്ചൊരു സംഘടന രൂപീകരിച്ചു. അതാണ് കൊച്ചിൻ പുലയ മഹാസഭ. കൊച്ചിൻ പുലയ മഹാസഭയുടെ സ്ഥാപകൻ ആരാണെന്ന് ചോദിച്ചാൽ പണ്ഡിറ്റ് K.P. കറുപ്പനാണ്. ഓപ്ഷനിൽ അയ്യങ്കാളി ഉണ്ടാവും, മാറിപ്പോവരുത്. അപ്പോൾ കൊച്ചിൻ പുലയ മഹാസഭ, കൊച്ചി കായൽ സമ്മേളനം, ഇതെല്ലാം 1913 പണ്ഡിറ്റ് K.P. കറുപ്പനാണ് എന്ന് ഓർത്തു വെക്കുക. അപ്പോൾ കവി തിലകൻ എന്നും കേരള ലിങ്കൺ എന്നും അറിയപ്പെട്ടത് പണ്ഡിറ്റ് K.P. കറുപ്പനാണ്. അടുത്ത ചോദ്യം, SNDPയുടെ ആദ്യത്തെ സെക്രട്ടറി ആരായിരുന്നു? കുമാരനാശാനാണ് അല്ലേ. സെക്രട്ടറി ആരാണ്? SNDPയുടെ ആദ്യത്തെ സെക്രട്ടറി കുമാരനാശാൻ. 1903 സ്ഥാപിതമായ SNDPയുടെ ആദ്യത്തെ സെക്രട്ടറി കുമാരനാശാൻ. ആദ്യത്തെ പ്രസിഡന്റ് നമ്മുടെ ശ്രീനാരായണ ഗുരു, വൈസ് പ്രസിഡന്റ് ഡോക്ടർ പൽപ്പു. അടുത്തത്, കേരള നവോത്ഥാന ചരിത്രത്തിലെ ആദ്യത്തെ രക്തസാക്ഷി എന്നറിയപ്പെടുന്നത് ആരാണ്? ആറാട്ടുപുഴ വേലായുധ പണിക്കരാണ്. കേരള നവോത്ഥാന ചരിത്രത്തിലെ ആദ്യത്തെ രക്തസാക്ഷി നമ്മുടെ സ്വന്തം ആറാട്ടുപുഴ വേലായുധ പണിക്കർ. ഇനി അടുത്ത ചോദ്യം, കേരളത്തിൽ ബ്രഹ്മസമാജത്തിൻ്റെ ആദ്യത്തെ ശാഖ കോഴിക്കോട് ആരംഭിച്ചത് അയ്യത്താൻ ഗോപാലനാണ്. കേരളത്തിൽ ബ്രഹ്മസമാജത്തിൻ്റെ ആദ്യ ശാഖ കോഴിക്കോട് അയ്യത്താൻ ഗോപാലൻ. അപ്പോൾ പല രീതിയിലുള്ള ചോദ്യങ്ങൾ വരാം. കേരളത്തിൽ ബ്രഹ്മസമാജത്തിൻ്റെ ആദ്യത്തെ ശാഖ എവിടെയായിരുന്നു ചോദിക്കാം. കോഴിക്കോടാണ്. കേരളത്തിൽ ബ്രഹ്മസമാജത്തിൻ്റെ ആദ്യത്തെ ശാഖ കോഴിക്കോട്, സ്ഥാപിച്ചത് അയ്യത്താൻ ഗോപാലൻ. അടുത്ത ചോദ്യം, പ്രബുദ്ധ കേരളം എന്ന മാസിക ആരംഭിച്ചത് ആഗമാനന്ദ സ്വാമികളാണ്. പ്രബുദ്ധ കേരളം എന്ന മാസിക ആഗമാനന്ദ സ്വാമികൾ. പ്രബുദ്ധ കേരളം ആഗമാനന്ദ സ്വാമികൾ. 1933 ജാതിനാശിനി സഭ സ്ഥാപിച്ചത് ആനന്ദതീർത്ഥൻ. ആനന്ദതീർത്ഥൻ, ജാതിനാശിനി സഭ ആനന്ദതീർത്ഥൻ. 1933 ജാതിനാശിനി സഭ ആനന്ദതീർത്ഥൻ. അടുത്തത്, തിരുവിതാംകൂർ ചേരമർ മഹാജനസഭ സ്ഥാപിച്ചത് പാമ്പാടി ജോൺ ജോസഫാണ്. തിരുവിതാംകൂറിലെ ചേരമർ മഹാജനസഭ സ്ഥാപിച്ചത് പാമ്പാടി ജോൺ ജോസഫ്. ചേരയും പാമ്പും, ചേരമർ പാമ്പാടി ജോൺ ജോസഫ്. അടുത്ത, കേരള മുസ്ലിം നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകനാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവി. സ്വദേശാഭിമാനി പത്രം ഓർക്കുക കേട്ടോ. അവിടെ സ്വദേശാഭിമാനി പത്രത്തിൻ്റെ സ്ഥാപകൻ ആര് എന്ന് PSC ചോദിക്കാറുണ്ട് എപ്പോഴും. അതും വക്കം അബ്ദുൽ ഖാദർ മൗലവി. കേരള മുസ്ലിം നവോത്ഥാനത്തിൻ്റെ പിതാവ്, സ്വദേശാഭിമാനി പത്രം, ഇതെല്ലാം വക്കം അബ്ദുൽ ഖാദർ മൗലവി. ഇനി കടോര കൂടാരം എന്ന കൃതി എഴുതിയത് മക്തി തങ്ങളാണ്. ആരാണ്? കടോര കൂടാരം എന്ന കൃതി എഴുതിയത് മക്തി തങ്ങൾ കടോര കൂടാരം. ഇനി കാതുമുറി പ്രസ്ഥാനത്തിൻ്റെ നേതാവ് ആര്യ പള്ളമാണ്. കാതുമുറി പ്രസ്ഥാനത്തിൻ്റെ നേതാവ് ആര്യ പള്ളം. അരയവംശ പരിപാലന യോഗം സ്ഥാപിച്ചത് വേലുക്കുട്ടി അരയൻ. അരയവംശ പരിപാലന യോഗം വേലുക്കുട്ടി അരയൻ. കേരളത്തിലെ ആദ്യത്തെ വനിതാ സർജനാണ് മേരി പുന്നൻ ലൂക്കോസ് ആണ് കേരളത്തിലെ ആദ്യത്തെ വനിതാ സർജൻ മേരി പുന്നൻ ലൂക്കോസ്. 1856 ഹിന്ദു വിധവാ പുനർവിവാഹ നിയമത്തിനു വേണ്ടി പ്രവർത്തിച്ച സാമൂഹിക പരിഷ്കർത്താവാണ് ഈശ്വരചന്ദ്ര വിദ്യാസാഗർ. ആരാണ്? ഈശ്വരചന്ദ്ര വിദ്യാസാഗർ. 1856 ഹിന്ദു വിധവാ പുനർവിവാഹ നിയമത്തിന് വേണ്ടി പ്രവർത്തിച്ച സാമൂഹിക പരിഷ്കർത്താവ് ഈശ്വരചന്ദ്ര വിദ്യാസാഗർ. അടുത്തത്, സ്വാമി വിവേകാനന്ദൻ ആരംഭിച്ച പ്രസ്ഥാനമാണ് രാമകൃഷ്ണ മിഷൻ. സ്വാമി വിവേകാനന്ദൻ ആരംഭിച്ച പ്രസ്ഥാനമാണ്
രാമകൃഷ്ണ മിഷൻ. പല രീതിയിൽ പി എസ് ചോദിക്കാറുണ്ട്. ഇന്ത്യയിൽ യുവജന ദിനം ആചരിക്കുന്നത് ആരുടെ ഓർമ്മയ്ക്കായിട്ടുണ്ടല്ലോ, ആരുടെ ബർത്ത്ഡേയിലാണെന്നൊക്കെ ചോദിക്കാറുണ്ട്. സ്വാമി വിവേകാനന്ദൻ്റെതാണ്. അതുപോലെ ചിക്കാഗോ സമ്മേളനം ഏത് വർഷമാണെന്നൊക്കെ പി എസ് ചോദിക്കാറുണ്ട്. അപ്പോൾ സ്വാമി വിവേകാനന്ദൻ ആരംഭിച്ച പ്രസ്ഥാനമാണ് രാമകൃഷ്ണ മിഷൻ. ഇനി ആര്യ സമാജത്തിൻ്റെ സ്ഥാപകനാണ് സ്വാമി ദയാനന്ദ സരസ്വതി. സ്വാമി ദയാനന്ദ സരസ്വതി ആര്യ സമാജ സ്ഥാപകൻ. വേദങ്ങളിലേക്ക് മടങ്ങൂ എന്ന് പറഞ്ഞത് ആരാ? ദയാനന്ദ സരസ്വതിയാണ്. വേദങ്ങളിലേക്ക് മടങ്ങൂ എന്ന് പറഞ്ഞത് ദയാനന്ദ സരസ്വതിയാണ്. ഗീതയിലേക്ക് മടങ്ങൂ എന്ന് പറഞ്ഞത് ആരാണ്? സ്വാമി വിവേകാനന്ദനാണ്. മാറിപ്പോവണ്ട. വേദങ്ങളിലേക്ക് മടങ്ങൂ ദയാനന്ദ സരസ്വതി, ഗീതയിലേക്ക് മടങ്ങൂ എന്ന് പറഞ്ഞത് നമ്മുടെ സ്വാമി വിവേകാനന്ദൻ. അടുത്ത, വിധവകൾക്ക് വിദ്യാഭ്യാസം നൽകുന്നതിനായിട്ട് ശാരദാ സദൻ സ്ഥാപിച്ചത് പണ്ഡിത രമാഭായി ആണ്. ആരാണ്? പണ്ഡിത രമാഭായി വിധവകൾക്ക് വിദ്യാഭ്യാസം നൽകുന്നതിനായിട്ട് ശാരദാ സദൻ സ്ഥാപിച്ചു, പണ്ഡിത രമാഭായി. ഇനി ബ്രഹ്മസമാജത്തിൻ്റെ സ്ഥാപകൻ ആരാ? നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ രാജാ റാം മോഹൻ റോയ് ആണ് അല്ലേ. ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ്, ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പ്രവാചകൻ എന്നൊക്കെ അറിയപ്പെടുന്നത് രാജാ റാം മോഹൻ റോയ് ആണ്. ഈ ബ്രഹ്മസമാജം എന്നാ സ്ഥാപിച്ചേ? 1828 നമുക്കറിയാം, ഇന്ത്യയിൽ നമ്മുടെ സതി സമ്പ്രദായം നിർത്തലാക്കുന്നതിന് വേണ്ടി പ്രവർത്തിച്ച, അല്ലെങ്കിൽ അത് ബ്രിട്ടീഷുകാരെ നിർത്തലാക്കി, അപ്പോൾ അതിനു വേണ്ടിയിട്ട് കൂടുതൽ പ്രവർത്തിച്ച വ്യക്തിയാണ്, നവോത്ഥാന നായകനാണ് നമ്മുടെ രാജാ റാം മോഹൻ റോയ്. അടുത്ത, ഇനി പ്രാർത്ഥനാ സമാജം സ്ഥാപിച്ചത് ആത്മാറാം പാണ്ഡുരംഗാണ്. പ്രാർത്ഥനാ സമാജം ആത്മാറാം പാണ്ഡുരംഗ, ആത്മാറാം പാണ്ഡുരംഗ് പ്രാർത്ഥനാ സമാജം. ഇനി വൈക്കം സത്യാഗ്രഹത്തിൻ്റെ മുഖ്യ നേതാവ് ടി കെ മാധവനാണ്. വൈക്കം സത്യാഗ്രഹത്തിൻ്റെ മുഖ്യ നേതാവിനെ ചോദിച്ചാൽ ടി കെ മാധവൻ, ടി കെ മാധവൻ. മനസ്സാണ് ദൈവം എന്ന് പ്രഖ്യാപിച്ച സാമൂഹിക പരിഷ്കർത്താവാണ് ബ്രഹ്മാനന്ദ ശിവയോഗി. മനസ്സാണ് ദൈവം എന്ന് പ്രഖ്യാപിച്ച സാമൂഹിക പരിഷ്കർത്താവ് ബ്രഹ്മാനന്ദ ശിവയോഗി. ഇനി പൂന സാർവജനിക് സഭയുടെ സ്ഥാപകൻ മഹാദേവ ഗോവിന്ദ റാനഡെ. പൂന സാർവജനിക് സഭയുടെ സ്ഥാപകൻ ആരാണ്? മഹാദേവ ഗോവിന്ദ റാനഡെ. ഹിതകാരണി സമാജം സ്ഥാപിച്ചത് വീരേശലിംഗം പന്തുലുവാണ്. ആന്ധ്രയിലെ വീരേശലിംഗം പന്തുലുവാണ് ഹിതകാരണി സമാജം സ്ഥാപിച്ചത്. വിദ്യാസമ്പന്നർ മാറ്റത്തിൻ്റെ വക്താക്കളാണ് എന്ന് പറഞ്ഞത് ആരാണെന്ന് പി എസ് സി മുൻകാലങ്ങളിൽ ചോദിച്ചിട്ടുണ്ട്. വീരേശലിംഗം പന്തുലുവാണ്. ഹിതകാരണി സമാജം അതുപോലെ തന്നെ വിദ്യാസമ്പന്നർ മാറ്റത്തിൻ്റെ വക്താക്കളാണ് എന്ന് പറഞ്ഞത് വീരേശലിംഗമാണ്. ഇനി അലിഗഡിൽ മുഹമ്മദൻ ആംഗ്ലോ ഓറിയന്റൽ കോളേജ് സ്ഥാപിച്ച സാമൂഹിക പരിഷ്കർത്താവാണ് സർ സയ്യിദ് അഹമ്മദ് ഖാൻ. ആരാണ്? സർ സയ്യിദ് അഹമ്മദ് ഖാൻ. അലിഗഡിൽ മുഹമ്മദൻ ആംഗ്ലോ ഓറിയന്റൽ കോളേജ് സ്ഥാപിച്ച സാമൂഹിക പരിഷ്കർത്താവ് സർ സയ്യിദ് അഹമ്മദ് ഖാൻ. ഭൂദാൻ പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ് ആരാണ്? ആചാര്യ വിനോബ ഭാവെയാണ്. ഗാന്ധിജിയുടെ ആത്മീയ പിൻഗാമി എന്നറിയപ്പെടുന്ന ആചാര്യ വിനോബ ഭാവെയാണ് ഭൂദാൻ പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ്. സ്വാഭിമാന പ്രസ്ഥാനത്തിന് രൂപം നൽകിയ സാമൂഹിക പരിഷ്കർത്താവാണ് ഇ വി രാമസ്വാമി നായിക്കർ. സ്വാഭിമാന പ്രസ്ഥാനത്തിന് രൂപം നൽകിയ സാമൂഹിക പരിഷ്കർത്താവ് തമിഴ്നാട്ടിലെ ഇ വി രാമസ്വാമി നായിക്കറാണ്. 1873 സത്യശോചക് സമാജം സ്ഥാപിച്ചത് ജ്യോതിറാവു ഫുലെയാണ്. ഇതും പ്രീവിയസ് ആണ്. 1873 സത്യശോചക് സമാജം സ്ഥാപിച്ചത് ജ്യോതിറാവു ഫുലെ. ശിവനാരായൺ അഗ്നിഹോത്രി സ്ഥാപിച്ച സംഘടനയാണ് ദേവസമാജം. അപ്പം ദേവസമാജം ആരുടേതാണ്? ശിവനാരായൺ അഗ്നിഹോത്രി. ശിവനാരായൺ അഗ്നിഹോത്രി ദേവസമാജം, ദേവസമാജം. ദ ഹൈ കാസ്റ്റ് ഹിന്ദു വിമൻ എന്ന പുസ്തകം രചിച്ചത് പണ്ഡിത രമാഭായി ആണ്. നമ്മൾ ഓൾറെഡി പണ്ഡിത രമാഭായിയെ പറഞ്ഞു. ദ ഹൈ കാസ്റ്റ് ഹിന്ദു വിമൻ എന്ന പുസ്തകം രചിച്ചത് പണ്ഡിത രമാഭായി. ഷോം പ്രകാശ് എന്ന പത്രം ആരംഭിച്ചത് ഈശ്വരചന്ദ്ര വിദ്യാസാഗറാണ്. ഷോം പ്രകാശ് എന്ന പത്രം ഈശ്വരചന്ദ്ര വിദ്യാസാഗർ. ഷോം പ്രകാശ് ഈശ്വരചന്ദ്ര വിദ്യാസാഗർ. ശ്രീനാരായണ ഗുരുവിൻ്റെ സമകാലികനായ മലബാറിൽ നിന്നുള്ള സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? ബ്രഹ്മാനന്ദ ശിവയോഗിയാണ്. ശ്രീനാരായണ ഗുരുവിനെ എന്നല്ല, ഗുരുവിൻ്റെ സമകാലികനായ മലബാറിൽ നിന്നുള്ള സാമൂഹിക പരിഷ്കർത്താവാണ് ബ്രഹ്മാനന്ദ ശിവയോഗി. വാല സമുദായ പരിഷ്കരണി സഭ സ്ഥാപിച്ച വർഷം 1910. വാല സമുദായ പരിഷ്കരണി സഭ സ്ഥാപിച്ച വർഷം 1910. ഇനി സിംഹള സിംഹം എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകനാണ് സി കേശവൻ. സിംഹള സിംഹം എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ സി കേശവൻ. പാലക്കാട് ശബരി ആശ്രമം സ്ഥാപിച്ചത്
TR കൃഷ്ണസ്വാമിയാണ്. പാലക്കാട് ശബരി ആശ്രമം സ്ഥാപിച്ച നവോത്ഥാന നായകനാണ് TR കൃഷ്ണസ്വാമി. ശ്രീമൂലം പ്രജാസഭയിൽ 25 വർഷം അംഗമായിരുന്ന സാമൂഹിക പരിഷ്കർത്താവാണ് അയ്യങ്കാളി. ശ്രീമൂലം പ്രജാസഭയിൽ എത്ര വർഷമാണ്? 25 വർഷം അംഗമായിരുന്ന സാമൂഹിക പരിഷ്കർത്താവാണ് നമ്മുടെ അയ്യങ്കാളി. ആരുടെ ആത്മകഥയാണ് ആത്മാനുതാപം? എന്താണ് ആത്മാനുതാപം എന്നത്? കുര്യാക്കോസ് ഏലിയാസ് ചാവറയച്ചൻ്റെ ആത്മകഥയാണ്. അപ്പോൾ ആത്മാനുതാപം കുര്യാക്കോസ് ഏലിയാസ് ചാവറ. 49ാമത്തെ ചോദ്യം, സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള രചിച്ച നാടകം നിഴലുകൾ. എന്താണ്? നിഴലുകൾ. അപ്പം നിഴലുകൾ എന്ന നാടകം ആരുടേതാണ്? സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള. ഇനി ചട്ടമ്പി സ്വാമികൾ പരിഷ്കരണ പ്രവർത്തനം നടത്തിയ കേരളീയ സമുദായം നായർ സമുദായമാണ് അല്ലേ? നമ്മൾ ഓൾറെഡി അവിടെ പറഞ്ഞിരുന്നു. ചട്ടമ്പി സ്വാമികൾ പരിഷ്കരണ പ്രവർത്തനം നടത്തിയ കേരളീയ സമുദായം ഏതാണ്? നായർ സമുദായമാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ചോദ്യങ്ങളൊക്കെ വളരെ വ്യക്തമായിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ കൂട്ടുകാരെ, എക്സാം അറ്റൻഡ് ചെയ്യാൻ മറക്കണ്ട. ഒപ്പം തന്നെ ഡീറ്റെയിൽഡ് ക്ലാസ്സുകൾ എൻട്രി ആപ്പിൽ അവൈലബിൾ ആണ്. നമ്മളിവിടെ ഒരു ചലഞ്ചിൻ്റെ ഭാഗമായിട്ട് ഉദ്യോഗാർത്ഥികൾക്ക് ഈ +2 എക്സാം വരുന്നു. അപ്പോൾ ഒരു പേടിയും ഭയമൊക്കെ കാണും, സിലബസ് തീർക്കാൻ പറ്റിയില്ല എന്നൊക്കെ ഉള്ളൊരു ഭയം കാണും. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി ഒന്ന് ഉഷാറാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ചലഞ്ചുമായിട്ട് വന്നത്. എല്ലാവർക്കും ഉപകാരപ്രദമാകും എന്ന് വിശ്വസിച്ചുകൊണ്ട് അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. ഗുഡ് ബൈ.